എന്റെ കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കണം, വേണ്ട എന്ന് പറയാൻ ഞാനില്ല. ശരി, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചർമാർ ഇപ്പോഴും സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയുള്ളപ്പോൾ കുട്ടിയുടെ അഡ്മിഷൻ എടുക്കുന്നതിനു മുൻപ് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്ന് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാം. 1. എന്റെ കുട്ടി മലയാളം സംസാരിച്ചാൽ എന്ത് പണിഷ്മെന്റ് ആണ് കിട്ടുക എന്ന് പ്രിൻസിപ്പാളിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ഉത്തരം എന്തായാലും അത് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇംഗ്ലീഷ് മീഡിയം എന്ന പേരുകൊണ്ടാണ് കൂടുതൽ ഫീസ് കൊടുത്ത് നമ്മൾ കുട്ടികളെ ചേർക്കുന്നത്. 2. കുട്ടിയെ ചേർക്കുന്ന സ്കൂളിലെ ടീച്ചർമാർ എപ്പോഴും ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുമോ എന്നതിന് ഉള്ള ഉറപ്പുവാക്കാൽ എങ്കിലും പ്രിൻസിപ്പാളിനെ കൊണ്ട് പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്യുക. 3. മലയാളം സംസാരിക്കുന്ന ടീച്ചർമാർക്കെതിരായി എന്ത് നടപടി എടുക്കും എന്നതും പ്രിൻസിപ്പാളിനോട് ചോദിച്ച് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല സ്കൂളും ടീച്ചർമാരും വേണം എന്നുള്ളവർ ഇതൊക്കെ ചെയ്യണം. പിന്നെ കുട്ടികളോട് സ്കൂളിൽ നിന്നും വീട്ടിൽ വരുമ്പോൾ അന്നന്ന് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനുമൊപ്പം ചോദിക്കണം, ഇന്ന് ഏതെങ്കിലും ടീച്ചർ മലയാളത്തിൽ സംസാരിച്ചോ സ്കൂളിൽ എന്ന്. അങ്ങനെ കിട്ടുന്ന ടീച്ചർമാരുടെ പേരുകൾ പ്രിൻസിപ്പലിനെ അറിയിച്ചു പിന്നീട് അവർ അത് ആവർത്തിക്കുന്നില്ല എന്ന് ഒന്നുറപ്പാക്കിയാൽ പിന്നെ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള സേവനം കിട്ടി എന്ന് സമാധാനിക്കാം. വാൽ കഷ്ണം പഠിപ്പിക്കുന്ന വിഷയങ്ങൾ നല്ല രീതിയിൽ കുട്ടികളുടെ ടീച്ചറിന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നുണ്ടോ? ക്ലാസ് കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ? ടീച്ചർമാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അക്സന്റ് ശരിയാണോ എന്ന് കൂടി നിരന്തരം പരിശോധിച്ച് പ്രിൻസിപ്പലിനെ അറിയിച്ച് അവരെക്കൊണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക.